യെസ് മക്കളെ, +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി 2 ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, അതുപോലെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഈ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു C++ൻ്റെ പ്രോഗ്രാമിംഗ് ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഒരു കോർ ഏരിയ ആണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. CM അക്കാഡമിയുടെ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ്രോയിഡ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് CM അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ മെനുവിൽ പോയാൽ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ക്ലാസ്സസിൻ്റെ എല്ലാം സ്ലൈഡ്സ് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആപ്പിളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഐഫോൺസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളോട് ORG കോഡ് ചോദിക്കുന്ന സമയത്ത് HGNTIB എന്ന് പറഞ്ഞ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും, നമ്മളുടെ നോട്ട്സ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് മോഡുലാറൈസേഷൻ അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചിട്ടാണ്. ആരെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്? മോഡുലാർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മോഡുലാറൈസേഷൻ എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഈ ഒരു മോഡുലാർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മോഡുലാറൈസേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് C++ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മാളർ സബ് പ്രോഗ്രാംസ്. വലിയ വലിയ പ്രോഗ്രാമിനെ മുറിച്ച് ചെറിയ പ്രോഗ്രാംസ് ആക്കി മാറ്റുന്ന പരിപാടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡുലാറൈസേഷൻ. അപ്പോൾ മോഡുലാറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മാളർ സബ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് മോഡുലാറൈസേഷൻ. മോഡുലാറൈസേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള മെറിറ്റ്സ് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ? ഫസ്റ്റ് ഉപയോഗം എന്ന് പറയുന്നത് റെഡ്യൂസസ് ദ സൈസ് ഓഫ് പ്രോഗ്രാമിൻ്റെ സൈസ് കുറക്കും. അപ്പോൾ നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പോവുകയാണ്, ആ സോഫ്റ്റ്വെയറിൻ്റെ കോഡ് എല്ലാം കൂടെ ഒരൊറ്റ പ്രോഗ്രാമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 10, 500, 1000, 10000 പേജസ് ഒക്കെ അത് വരും. അപ്പോൾ മോഡുലാറൈസേഷൻ വഴി നിങ്ങൾ പല സബ് പ്രോഗ്രാംസ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ സൈസ് കുറയും. അടുത്തത് എന്താണ്? റെഡ്യൂസസ് ദ പ്രോഗ്രാം കോംപ്ലക്സിറ്റി. വലിയ പ്രോഗ്രാം ആണെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി സ്വാഭാവികമായിട്ടും കൂടുമല്ലോ. അതിലൊരു എറർ വന്നിട്ടുണ്ടെങ്കിൽ തപ്പി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതാണ് ലെസ് ചാൻസ് ഓഫ് എറർ. ഈ പറഞ്ഞ സാധനം തന്നെ ഇങ്ങോട്ടും അപ്ലിക്കബിൾ ആണ്. അടുത്തതാണ് ഇംപ്രൂവ് റിയൂസബിലിറ്റി. നമ്മൾ ഓൾറെഡി പല മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിലുള്ള ചില മൊഡ്യൂൾസ് നമുക്ക് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ വെക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്, ആർക്ക് വേണ്ടിയിട്ട്? നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക. ലെറ്റ്സ് സേ CM അക്കാഡമിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി തരികയാണ്. CM അക്കാഡമിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ലോഗിൻ പേജ് തന്നെയായിരിക്കും നിങ്ങൾ ഇതുപോലെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതേ ലോഗിൻ പേജ് തന്നെയാണ് വെക്കുക. എന്താ മാറ്റം ഉണ്ടാവുള്ളൂ? അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ, അതിൻ്റെ ഒരു UI മാത്രമല്ലേ മാറ്റം വരുള്ളൂ. ബാക്കിയുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കോഡിംഗ് എല്ലാം സെയിം ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. അതാണ് പറഞ്ഞത് ഇംപ്രൂവ് പ്രോഗ്രാം റിയൂസബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിന് മെറിറ്റ്സ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഡിമെറിറ്റ്സും അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ഡിമെറിറ്റ്സിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ പ്രോബ്ലം ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. വലിയ പ്രോബ്ലത്തിനെ മുറിച്ച് ചെറിയ പ്രോബ്ലം ആക്കുന്ന പരിപാടിയാണ് മോഡുലാറൈസേഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെ മുറിക്കുക എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മുറിക്കുന്ന സമയത്ത് എല്ലാ പ്രോഗ്രാംസും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുറിക്കണം. അതിന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നമുക്ക് ഇത് മാത്രം പഠിച്ചാൽ മതി. സോ ഈച്ച് സബ് പ്രോഗ്രാം ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. അതാണ് ഇപ്പോൾ പറഞ്ഞ പോയിന്റ്. സോ നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തതാണ് ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ മൊത്തം മുന്നോട്ട് പോകുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത്. ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐഡൻറ്റിഫയർ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് കൊടുക്കുന്ന പേരാണ് ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞിട്ട്. സോ ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. എന്തെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മെയിൻ ഈസ് ആൻ എസെൻഷ്യൽ ഫംഗ്ഷൻ. മെയിൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫംഗ്ഷനെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അതിൻ്റെ അവസാനത്തിൽ എന്തുണ്ടായിരിക്കും? ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും. മെയിൻ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ഫംഗ്ഷനാണ്. എല്ലാ പ്രോഗ്രാമിലും മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് മെയിൻ എസെൻഷ്യൽ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ കാരണം? ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം ബിഗിൻസ് ഇൻ ദി മെയിൻ ഫംഗ്ഷൻ. ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എപ്പോഴും എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മെയിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യൽ മാത്രമല്ല എൻ്റെ കയ്യിലും എവിടെ തന്നെയാണ്? മെയിനിൽ തന്നെയാണ് എൻ്റെ ചെയ്യുന്നതും. ഓക്കെ ആണല്ലോ. 2 ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തതാണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്, അതല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, അതല്ലെങ്കിൽ റെഡി ടു യൂസ് ഫംഗ്ഷൻസ്. ഓക്കെ, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, റെഡി ടു യൂസ് പ്രോഗ്രാംസ്. ഇതാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഈ പറയപ്പെട്ട 2 പേരെ കുറിച്ച് പഠിക്കുന്നതോടുകൂടി നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കും. ഓക്കെ ആണല്ലോ. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. 2 പേരെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പ്രീ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മളുടെ C++ കമ്പൈലറിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള പരിപാടിയാണ്. മറ്റേത് നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിനെ പറ്റിയിട്ടല്ല. എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ? ഇതിലാണ് നമുക്ക് കൂടുതൽ കണ്ടന്റ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതാണ് തീർക്കാം.
എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്? യൂസേഴ്സിന് സ്വന്തമായിട്ട് ഫംഗ്ഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസിന് ഒരു പേര് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. സിൻടാക്സിൽ ആദ്യം തന്നെ കൊടുക്കുന്നത് ഡാറ്റ ടൈപ്പാണ്. എന്ത് ഡാറ്റ ടൈപ്പ്? ഈ ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ വിളിക്കുന്നത് റിട്ടേൺ ടൈപ്പ് എന്ന് പേര് വിളിക്കും. എന്താണ് പേര് വിളിക്കുക? റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ്. അതായത് ഈ ഒരു ഫംഗ്ഷൻ റണ്ണ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫംഗ്ഷൻ്റെ റിസൾട്ടായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ഡാറ്റേൻ്റെ ടൈപ്പാണ് ഇവിടെ നമ്മൾ കൊടുക്കുക. ക്ലിയർ ആണോ? എന്താണ് എന്നുള്ളത് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സാമ്പിൾ സഹിതം തൊട്ടപ്പുറത്ത് പഠിക്കാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഫംഗ്ഷൻ്റെ പേര്, അത് കഴിഞ്ഞിട്ട് ഈ ഫംഗ്ഷനിലുള്ള ആർഗ്യുമെൻസിൻ്റെ ലിസ്റ്റ്. എന്താണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അതും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മളുടെ ഫംഗ്ഷനിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള ഓരോരുത്തരെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. നമ്മളുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഉണ്ടല്ലോ, ആ ഡെഫിനിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടോടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ആ ഒരു ഫംഗ്ഷൻ്റെ സിൻടാക്സ്, അവരുടെ ഒരു ജനറൽ ഫോർമാറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് ദ ഡിക്ലറേഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോട്ടോടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ ടൈപ്പ്, നേരത്തെ പറഞ്ഞു നമ്മൾ ഡാറ്റ ടൈപ്പ്. എന്തിൻ്റെ ഡാറ്റ ടൈപ്പാണ്? റിട്ടേൺ ടൈപ്പ് എന്നാണ് ഇയാളുടെ പറയപ്പെടുന്ന പേര്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ആർഗ്യുമെൻസിൻ്റെ ലിസ്റ്റ് കൊടുക്കും. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ഡാറ്റ ടൈപ്പ്, റിട്ടേൺ ടൈപ്പിൻ്റെ ഡാറ്റ ടൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആർഗ്യുമെൻറ്റിൻ്റെ ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവണം നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. ഇനി റിട്ടേൺ ടൈപ്പ്, ഇവിടുത്തെ ഡാറ്റ ടൈപ്പ് വല്ലതും ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഇല്ല. ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വോയിഡ് കൊടുത്തിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. ഒന്നും എഴുതാതെ എഴുതാൻ പറ്റത്തില്ല. ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തിട്ട് കൊടുത്തിരിക്കണം? വോയിഡ് ഇട്ട് കൊടുത്തിരിക്കണം. ഇനി ആർഗ്യുമെൻറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വോയിഡ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ വെറുതെ കാലിയാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. സോ നമുക്ക് നേരെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്താണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് റിട്ടേൺ ടൈപ്പ്, എന്താണ് ആർഗ്യുമെൻറ്റ് എന്നുള്ളതൊക്കെ. ഓക്കെ ആണല്ലോ? സോ നോക്കാം. സം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് നമ്മളുടെ ഫംഗ്ഷൻ്റെ പേര്? സം എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക എന്ന് പറഞ്ഞത്? റിട്ടേൺ ടൈപ്പ്. എന്താണ് പേര് വിളിക്കുക? റിട്ടേൺ ടൈപ്പ് എന്നാണ് ഇയാളെ പേര് വിളിക്കുന്നത്. ഇതാണ് നമ്മളുടെ ആർഗ്യുമെൻറ്റ്സ്. ആരാടാ? ഇയാളാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി, ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് കൊടുത്തു ഇൻഡ് എന്ന്, ഫംഗ്ഷൻ്റെ പേര് കൊടുത്തു സമ്മ്, ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു. ഈ സാധനത്തിനെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻ്റെ ബോഡിയിലേക്ക് കടന്നു. ബോഡിയിൽ എന്താ പറയുന്നത്? ഇൻഡ് എസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് എ പ്ലസ് ബി, എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് ആഡ് ചെയ്തിട്ടുണ്ട്? എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എന്ത് കൊടുത്തു? റിട്ടേൺ എസ് എന്ന് കൊടുത്തു. എന്ത് കൊടുത്തിട്ടുണ്ടാ? റിട്ടേൺ എസ്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഫംഗ്ഷൻ്റെ ബോഡിയിൽ നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ റിട്ടേൺ ചെയ്യുന്ന ആളാരാണ്? എസ്സിനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ എസ്സിനെ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എസ്സിൻ്റെ ഡാറ്റ ടൈപ്പ് ഉണ്ടല്ലോ, ഏതാണ് ഡാറ്റ ടൈപ്പ്? ഇൻഡാണ് ഡാറ്റ ടൈപ്പ്. ആ ഇൻഡാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എഴുതി കൊടുക്കുക. അതാണ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പാണ് നമ്മൾ റിട്ടേൺ ടൈപ്പായിട്ട് എഴുതി കൊടുക്കുക. ഇനി അടുത്ത ആൾ ആർഗ്യുമെൻറ്റ്. ഇവരെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ് എന്ന് പേര് വിളിക്കുന്നത്. ഇയാളെയാണ് ആർഗ്യുമെൻറ്റ് എന്ന് പേര് വിളിക്കുക. എത്ര ആർഗ്യുമെൻ്റ് ആണ് ഇവിടെ ഉള്ളത്? 2 ആർഗ്യുമെൻ്റ് ആണുള്ളത്. ഈ ആർഗ്യുമെൻറ്റിൻ്റെ ഡാറ്റ ടൈപ്പ് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ഇനി ഈ ഫംഗ്ഷൻ ഇവിടെ തീർന്നല്ലോ. തീർന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻഡ് മെയിൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ പ്രോഗ്രാമിലും എന്ത് വേണം? നിർബന്ധമാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. മെയിൻ ഫംഗ്ഷൻ നിർബന്ധമാണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. സോ ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. എന്താണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്? സം എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. ആ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂ എന്ത് വാല്യൂ ആണ്? ഇൻഡിജർ വാല്യൂ ആണ്. ആ ഇൻഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷനിൽ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെയും അതേപോലെ ബി എന്ന് പറയുന്ന വേരിയബിളിൻ്റെയും ഡാറ്റ ടൈപ്പ് ആയിട്ട് നിങ്ങൾ എന്താണോ കണ്ടിട്ടുള്ളത് അതാണ് നമ്മളിവിടെ ഡാറ്റ ടൈപ്പ് ആയിട്ട് കൊടുക്കുക. അതാണ് ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഈ ഒരു ഫംഗ്ഷനെ ഇനി നമുക്ക് കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കോൾ ചെയ്യുന്ന സമയത്ത് എത്ര ആർഗ്യുമെൻറ്റ് അങ്ങോട്ട് പാസ് ചെയ്തിരിക്കണം? 2 ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിരിക്കണം. പാസ് ചെയ്യുന്ന 2 ആർഗ്യുമെൻറ്റിൻ്റെയും ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം? ഇൻഡിജർ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പം ഞാൻ ഇവിടെ നോക്കിയാൽ സം ഓഫ് 10,20 എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ 10 എന്ന് പറയുന്ന വാല്യൂ എയിലും 20 എന്ന് പറയുന്ന വാല്യൂ ബിയിലും സ്റ്റോർ ആവും. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസിൻ്റെ വാല്യൂ എന്തായിരിക്കും? എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്, ബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. സോ 10 + 20 ആൻസർ എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. സോ എസിൻ്റെ വാല്യൂ ഇവിടെ എത്ര ആയിരിക്കും?
30 ആയിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 30 ആയിരിക്കും. ഈ 30 എന്ന് പറയുന്ന വാല്യൂ നേരെ എങ്ങോട്ട് റിട്ടേൺ ചെയ്യും? ഇങ്ങോട്ട് ഈ ഫംഗ്ഷൻ കോളിൻ്റെ റിസൾട്ട് ആയിട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ എക്സ് ഈക്വൽ ടു പറഞ്ഞിട്ട് വാല്യൂ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും. ആ കിട്ടുന്ന 30 നമ്മൾ എന്തിൽ സ്റ്റോർ ചെയ്തു? എക്സിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഞാനിവിടെ സി ഔട്ട് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്തിട്ട് വരും? 30 എന്ന് പറയുന്ന നമ്പർ പ്രിൻറ്റ് ചെയ്തിട്ട് വരും. ഇതാണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? ഇങ്ങോട്ട് നോക്കിയടാ മക്കളെ, ഞാൻ കുറച്ച് കാര്യം കൂടെ പറയാം. ഇയാളെ നമ്മൾ ആർഗ്യുമെൻ്റ് എന്നാണ് വിളിക്കുന്നത്, ഇയാളെ നമ്മൾ ആർഗ്യുമെൻ്റ് എന്നാണ് വിളിക്കുന്നത്. അല്ലേടാ, ഇയാളെ നമ്മൾ എന്ത് പേര് തന്നെയാണ് വിളിക്കുന്നത്? ആർഗ്യുമെൻ്റ് എന്ന് തന്നെ പേര് വിളിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ രണ്ട് പേരും ആർഗ്യുമെൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ചെറിയൊരു മാറ്റം ഈ രണ്ട് പേരുടെയും പേരിൽ വരുത്തിയിട്ടുണ്ട്. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വൽ ആർഗ്യുമെൻ്റ്. എന്താണ് പേര് വിളിക്കുക? ആക്ച്വൽ ആർഗ്യുമെൻ്റ്. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർമൽ ആർഗ്യുമെൻ്റ്. എന്ത് പേരാണ് വിളിക്കുന്നത്? ഫോർമൽ ആർഗ്യുമെൻ്റ് എന്ന് പേര് വിളിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇയാളാണ് ആക്ച്വൽ ആർഗ്യുമെൻ്റ്, ഇയാളാണ് ഫോർമൽ ആർഗ്യുമെൻ്റ്. അപ്പോൾ ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുക? ഇതാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഫംഗ്ഷനെ വിളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫംഗ്ഷൻ കോളിലുള്ള ആർഗ്യുമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വൽ ആർഗ്യുമെൻ്റ്. അതുപോലെ ഫംഗ്ഷൻ ഡെഫിനിഷനിലുള്ള ആർഗ്യുമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർമൽ ആർഗ്യുമെൻ്റ്. ഡീറ്റെയിൽ ആയിട്ട് അപ്പുറത്തെ സ്ലൈഡിൽ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ആർഗ്യുമെൻറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്താണ്? ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് ആർ ദ വാല്യൂസ് ദാറ്റ് ആർ പാസ്ഡ് വിത്തിൻ എ ഫംഗ്ഷൻ വെൻ എ ഫംഗ്ഷൻ ഈസ് കോൾഡ്. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ആ കോൾ ചെയ്യുന്നതിൻ്റെ കൂടെ പാസ് ചെയ്യുന്ന വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണല്ലോ ഇത്. ഈ ഫംഗ്ഷനെ നമ്മൾ ഇവിടുന്ന് കോൾ ചെയ്യാണ്. മക്കളെ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ളത് സം എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ടുള്ളത്. ഇവിടെ നല്ല കമ്പൈലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കമ്പൈലേഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? മെയിൻ ഫംഗ്ഷൻ എന്നാണ്. അപ്പോൾ ആ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ പാസ് ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കുക? 10ഉം 20ഉം. അങ്ങനെ പാസ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ആർഗ്യുമെൻറ്റ്സ് എന്ന് പേര് വിളിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പേര് വിളിക്കും. ദീസ് ആർ ദ വാല്യൂസ് ദാറ്റ് ആർ പാസ്ഡ് വിത്തിൻ എ ഫംഗ്ഷൻ വെൻ ദ ഫംഗ്ഷൻ ഈസ് കോൾഡ്. ഈ ആർഗ്യുമെൻറ്റ്സിനെ രണ്ടെണ്ണാക്കി തിരിച്ചിട്ടുണ്ട്. ദ വേരിയബിൾ യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ definition is called formal argument. The variables used in function call is known as actual അല്ലെങ്കിൽ original argument. ക്ലിയർ ആണല്ലോ? നേരത്തെ നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്, എന്താണ് ഒറിജിനൽ ആർഗ്യുമെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. എന്തിൻ്റെതായിട്ട്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെതായിട്ട് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. എന്താണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്, എന്താണ് ഫോർമൽ ആർഗ്യുമെൻറ്റ് എന്നുള്ളതും അവിടെ പഠിച്ചു വെക്കണം. അടുത്തതാണ് റിട്ടേൺ വാല്യൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന വാല്യൂ ഉണ്ടല്ലോ, ഈ കാണുന്ന വാല്യൂ, ഇതിനെയാണ് നമ്മൾ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് റിട്ടേൺ വാല്യൂ എന്നുള്ളത്. റിട്ടേൺ വാല്യൂ ഇസ് ദ റിസൾട്ട് ഒബ്റ്റൈൻഡ് ആഫ്റ്റർ പെർഫോമിംഗ് ദ ടാസ്ക് അസൈൻഡ് ടു എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ അസൈൻ ചെയ്തിട്ടുള്ള ടാസ്ക് പെർഫോം ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ട്. അങ്ങനെയുള്ള റിസൾട്ട് തന്നെയല്ലേ നമ്മൾ നേരത്തെ റിട്ടേൺ എസ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സം ഫംഗ്ഷൻസ് ഡു നോട്ട് റിട്ടേൺ എനി വാല്യൂ. ചില ഫംഗ്ഷൻ എന്ത് ചെയ്യൂല? ഒന്നും റിട്ടേൺ ചെയ്യില്ല. അങ്ങനെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. ഇങ്ങോട്ട് നോക്കിയാൽ വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. വോയിഡ്, സമ്മ്, ആർഗ്യുമെൻറ്റ്സ് നമ്മൾ കൊടുത്തു, രണ്ടെണ്ണം കൊടുത്തു. ഇൻഡ് എ കോമ ബി എന്ന് പറഞ്ഞിട്ട് ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻഡ് എസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുത്തു. നമ്മളിവിടെ റിട്ടേൺ ടൈപ്പ് എന്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്? വോയിഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒന്നും റിട്ടേൺ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ നേരെ സി ഔട്ട് എന്ന് കൊടുത്തിട്ട് എസ് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. റിട്ടേൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി നമ്മൾ നേരെ എന്ത് സ്റ്റാർട്ട് ചെയ്തു? ഇൻ്റെ മെയിൻ സ്റ്റാർട്ട് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് പറഞ്ഞു? സം എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. എങ്ങനെയാണ്? 10ഉം 20 ഇട്ടിട്ട് കോൾ ചെയ്തു. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഫംഗ്ഷനിൽ റിട്ടേൺ ടൈപ്പ് ഉണ്ടോ? ഇല്ല. ഇവിടെ ആർഗ്യുമെൻ്റ് ഉണ്ടോ? ഉണ്ട്. ഇനി ആർഗ്യുമെൻ്റ് ഇല്ലാതെ നമുക്ക് ഫംഗ്ഷൻ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും വരിക? ഇൻഡി എ ബി എന്നുള്ള ആർഗ്യുമെൻറ്റ്സ് ഇവിടെ ഉണ്ടാവില്ല. ജസ്റ്റ് ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ബ്രാക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുമോ? പറ്റൂല. കാരണം എയും ബിയും എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടോ? ഇല്ല. ക്ലിയർ ആണോ? അപ്പോൾ എയും ബിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇൻപുട്ട് എടുക്കണം. യൂസറിനോട് പറയാം എൻ്റർ ടു നമ്പർ. അങ്ങനെ യൂസർ 2 നമ്പർ ടൈപ്പ് ചെയ്ത് തരും. ആ 2 നമ്പറിൻ്റെ സമ്മ് നമ്മൾ ഇവിടെ തന്നെ കാണുക, ഇവിടെ തന്നെ തീരുമാനമാക്കുക. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് 10,20 പറഞ്ഞിട്ട് കോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് ഫംഗ്ഷൻ ഇങ്ങനെ കോൾ ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്തുള്ള ഫംഗ്ഷൻ നെയിമിൻ്റെ കൂടെ സെമിക്കോളൻ ഉണ്ടാവും. ഫംഗ്ഷൻ ഡെഫിനിഷനുള്ള സ്ഥലത്ത് എന്തുണ്ടായിരിക്കില്ല? സെമിക്കോളൻ ഉണ്ടായിരിക്കില്ല. ചെറിയ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം പോർഷൻ ഒന്നും കൂടെ കണ്ടു നോക്കിക്കൊണ്ടു. കാരണം ഇതാണ് നമ്മളുടെ C++ൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് ഫംഗ്ഷൻ കോളിങ്. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ 2 രൂപത്തിൽ കോൾ ചെയ്യാനായിട്ട് പറ്റും. ഫംഗ്ഷനെ എങ്ങനെയാണ് കോൾ ചെയ്യാന്ന് പറഞ്ഞത്? പേര് വിളിച്ച് കോൾ ചെയ്യാന്നാണ് പറഞ്ഞത്. ആ പേര് വിളിച്ച് കോൾ ചെയ്യുന്നതിൽ 2 ടൈപ്പ് രൂപത്തിൽ നമുക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ ആണ് കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡ്. എന്താണ് കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കോപ്പി ഓഫ് ദ ആക്ച്വൽ ആർഗ്യുമെന്റ് ഈസ് പാസ്ഡ്.
നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പിയാണ് അങ്ങോട്ട് പറഞ്ഞേക്കുക നമ്മളെ ഫംഗ്ഷനിലേക്ക്. നേരെ മറിച്ച് കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ദ റെഫറൻസ് ഓഫ് ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഈസ് പാസ്ഡ്. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഡെഫിനിഷൻ അതുപോലെ അങ്ങോട്ട് പഠിച്ചു വെച്ചേക്ക് എന്താണെന്നുള്ളത് ഞാൻ ഈ പിക്ചറിൻ്റെയും ഒരു പ്രോഗ്രാമിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേടാ, ഇവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ ഒരു ഇൻഡ് ചേഞ്ച് അത് പറയുന്ന ചേഞ്ച് എന്ന പേരിലുള്ള മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിയേ, നമ്മുടെ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. അതായത് എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല. ഫംഗ്ഷൻ്റെ പേര് ചേഞ്ച് ആണ്, അതുപോലെ ആർഗ്യുമെൻറ്റിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻഡ് ആണ്. അപ്പോൾ ഇൻഡ് ടൈപ്പിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, ഇത് റിട്ടേൺ വാല്യൂ ഇല്ല, ഫംഗ്ഷൻ്റെ പേര് ചേഞ്ച് ആണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു തരാൻ കാരണം ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ പേര് തന്നു, എക്സ്പ്ലെയിൻ അബൌട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് നിങ്ങൾ എന്താ ഇത് കൊടുക്കേണ്ടത്? ദർ ഈസ് നോ റിട്ടേൺ ടൈപ്പ്, കാരണം എന്താ വോയിഡ് ആണ് റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ടുള്ളത്. ദർ ഈസ് നോ റിട്ടേൺ വാല്യൂ, അതുപോലെ ദർ ഈസ് ആൻ ആർഗ്യുമെൻറ്റ് വിത്ത് ഡാറ്റ ടൈപ്പ് ഇൻഡ്, ദ ഫംഗ്ഷൻ നെയിം ഈസ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി കൊടുക്കാം. ഓക്കെ ആണല്ലോ. സോ നോക്കുക, നേരെ നമ്മൾ എന്ത് ചെയ്തു, ഇൻഡ് എൻ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ റിട്ടേൺ ടൈപ്പ് മനസ്സിലായിട്ടുണ്ടല്ലോ, വേരിയബിൾ. എന്നിട്ട് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇൻഡ് എക്സ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ട് വേരിയബിളിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിൽ 20 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു. അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇത് സാധാരണ നമ്മുടെ കോളിങ് തന്നെയാണ്. ഇങ്ങനെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എക്സിൻ്റെ ഉള്ളിലുള്ള 20 എന്ന് പറയുന്ന സാധനം ഈ എന്നിൻ്റെ ഉള്ളിലേക്ക് എത്തും. ഓക്കെ ആണല്ലോ. അതായത് ഇവിടെ എൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? 20 സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളുണ്ട്, ഇതിൻ്റെ ഉള്ളിലും എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? 20 സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ എന്ത് പറഞ്ഞു? n is equal to n+1. എന്നിലേക്ക് ഒന്നും കൂടെ കൂട്ടി കൊടുക്കും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 20 ഉള്ളത് എന്തായിട്ട് മാറും? 21 ആയിട്ട് മാറും. എന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞത്? സി ഔട്ട് n is equal to n. n ഈക്വൽ ടു n എന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് പ്രിൻറ്റ് ചെയ്യും? n is equal to 20 എന്ന് പ്രിൻറ്റ് ചെയ്യും. 21 ആയിട്ടില്ലേ? സോ 21 എന്ന് പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നേരെ മെയിൻ ഫംഗ്ഷനിൽ തന്നെ വരും. മെയിൻ ഫംഗ്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സി ഔട്ട് ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന സമയത്ത് നേരെ നമ്മൾ ഇങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചും ഇങ്ങോട്ട് തന്നെ വരും. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് is equal to എക്സ് എന്ന് പ്രിൻറ്റ് ചെയ്യാനുണ്ട്. സോ എക്സ് is equal to എക്സിൻ്റെ വാല്യൂ എത്രയാടാ? 20. എക്സിൻ്റെ വാല്യൂ മാറിയിട്ടുണ്ടോ? ഇല്ല. ഇതിനെയാണ് നമ്മൾ കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. അതായത് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സ് എന്ന് പറഞ്ഞിട്ട് 20 സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സ് എന്ന് നേരെ അതിൻ്റെ കോപ്പി നേരെ ഇങ്ങോട്ട് വരും, എന്നിലേക്ക് വരും. അവിടെയും 20 പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള എന്നിൻ്റെ വാല്യൂ മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ മാത്രമാണ് മാറുക, ആരുടെ വാല്യൂ മാറത്തില്ല? എക്സിൻ്റെ വാല്യൂ മാറൂല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കോൾ ബൈ റെഫറൻസ്. ചെറിയൊരു മാറ്റമുണ്ട്. ഒന്നാമത്തെ മാറ്റം എന്താ? ഇവിടെയാണ് വെറും ഇൻഡ് എൻ അല്ല, ഇൻഡ് ആൻഡ് എൻ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കിയാടാ, ഇങ്ങനെ ആൻഡ് എൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ എന്നിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ അവിടെ ഉണ്ടാവില്ല. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇവിടെ എക്സ് is equal to 20 എന്ന് പറഞ്ഞല്ലോ. സോ എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? 20 സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 20ൻ്റെ കോപ്പി പോയിട്ട് എന്നിൽ സ്റ്റോർ ആവില്ല ചെയ്യുക, പകരം ഈ ലൊക്കേഷന് എന്നും കൂടെ പേരിടും. മനസ്സിലായോ? ഇവിടെ നോക്കിയാടാ, മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ എക്സ് ഉണ്ട്, എക്സിൻ്റെ ഉള്ളിൽ 20 ഉണ്ട്. നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ എക്സ് എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ പേര് തന്നെ എന്തുമായിട്ട് മാറും? എൻ എന്ന് പറയുന്ന പേരുമായിട്ട് മാറും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം നമുക്ക് +2 പഠിക്കാനുള്ളത്, തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഒരേ ലൊക്കേഷൻ്റെ പേര് ഇപ്പം എന്താണ്? എക്സ് എന്നും പേരുണ്ട്, എൻ എന്നും പേരുണ്ട്. ഓക്കെ ആണല്ലോ. ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്നിൽ ഈ എക്സിൻ്റെ റെഫറൻസ് വേരിയബിൾ അവിടെ സ്റ്റോർ ആവുകയാണ്, ഇതിൻ്റെ അഡ്രസ്സ് അവിടെ സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അത്ര കോംപ്ലിക്കേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി വെക്കുക. ഇതേ ലൊക്കേഷൻ തന്നെ മറ്റേ പേരും വരും. ഇനി ഇവിടെ എന്താ സംഭവിക്കുക? നമ്മൾ n is equal to n+1 എന്ന് പറയുന്ന സമയത്ത് ഈ ലൊക്കേഷനിലല്ലേ വാല്യൂ മാറുക. അപ്പോൾ ഇവിടെ വാല്യൂ മാറിയിട്ട് 20 ഉള്ളത് എന്തായിട്ട് മാറും? 21 ആയിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നമ്മൾ സി ഔട്ട് n is equal to n എന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് അവിടെ എന്താ വരിക? n is equal to 21 എന്ന് വരും. അത് കഴിഞ്ഞിട്ട് x equal to x പ്രിൻറ്റ് ചെയ്യാൻ വരുന്ന സമയത്തും x is equal to എന്ത് തന്നെ ആയിരിക്കും? 21 തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇയാളെയാണ് നമ്മൾ എന്ത് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞിരുന്നത്? ഫോർമൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. കോൾ ബൈ വാല്യൂവിൽ ആര് മാത്രമേ മാറുന്നുള്ളൂ? ഫോർമൽ ആർഗ്യുമെൻറ്റ് മാത്രമേ മാറുന്നുള്ളൂ. ആക്ച്വൽ ആർഗ്യുമെൻറ്റ് മാറുന്നുണ്ടോ? മാറുന്നില്ല. എന്താണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് പറഞ്ഞാൽ? കോളിങ്ങിലുള്ള വാല്യൂവിനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തുള്ള വാല്യൂവിനെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. അത് മാറുന്നുണ്ടോ? ഇല്ല. ഇനി നേരെ മറിച്ച് കോൾ ബൈ റെഫറൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആര് മാറുന്നുണ്ട്? ആക്ച്വൽ ആർഗ്യുമെൻറ്റ് മാറുന്നുണ്ട്, ഫോർമൽ ആർഗ്യുമെൻറ്റ് മാറുന്നുണ്ട്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ് മാറുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം. ഈ കമ്പാരിസൺ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുക. കൺസെപ്റ്റ് ഇനി നിങ്ങൾക്ക് ക്ലിയർ ആയാലും ഇല്ലെങ്കിലും ഇത് അതുപോലെ അങ്ങോട്ട് പഠിച്ചു വെച്ചോണ്ടോ. ഓക്കെ ആണല്ലോ. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്? ഒന്നാമത്തെ കാര്യം, ഓർഡിനറി വേരിയബിൾസ് ആണ് എന്തിൽ യൂസ് ചെയ്യുന്നത്? കോൾ ബൈ വാല്യൂവിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്ത് വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്? റെഫറൻസ് വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത എന്താ പറഞ്ഞത്? ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻറ്റ്, വേരിയബിൾ ഓർ എക്സ്പ്രഷൻ.
പാരാമീറ്റേഴ്സ് എന്തൊക്കെയാവാം? കോൺസ്റ്റൻസ് ആവാം, വേരിയബിൾസ് ആവാം, എക്സ്പ്രഷൻസ് ആവാം. പക്ഷേ ഇവിടെ എന്ത് മാത്രമേ പറ്റുള്ളൂ? വേരിയബിൾസ് മാത്രമേ പറ്റുള്ളൂ. കാരണം വേരിയബിൾസ് അല്ലാതെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പിന്നെ സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. അടുത്തതാണ് എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ റിക്വയർഡ് ഫോർ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സിന് എന്ത് വേണം? സെപ്പറേറ്റ് മെമ്മറി അലോക്കേഷൻ വേണം. അങ്ങനെ തന്നെയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ സെപ്പറേറ്റ് മെമ്മറി അലോക്കേഷൻ ഉണ്ടായിരുന്നില്ലേ? ഫോർമലിനും അതുപോലെ ആക്ച്വലിനും സെപ്പറേറ്റ് മെമ്മറി ഇവിടെ കിടക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇവിടെ ആണെങ്കിലോ സെപ്പറേറ്റ് മെമ്മറി അലോക്കേഷൻ ഉണ്ടോ? ഇല്ല. ഫോർമൽ ആർഗ്യുമെൻറ്റിന് എന്തില്ല? മെമ്മറി ഓഫ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഈസ് ഷെയർഡ് ബൈ ഫോർമൽ ആർഗ്യുമെൻറ്റ്. ഫോർമൽ ആർഗ്യുമെൻറ്റ് ആരുടെ മെമ്മറി ഷെയർ ചെയ്യാണ്? നമ്മളുടെ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ മെമ്മറി ഷെയർ ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. The change made in formal argument do not reflect on actual argument. പക്ഷേ ഇവിടെ ആണെങ്കിലോ the change made in formal argument do reflect on actual argument. ഫോർമൽ ആർഗ്യുമെൻറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആരും മാറും? ആക്ച്വൽ ആർഗ്യുമെൻറ്റും മാറും. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഒട്ടുമിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന സാധനമാണ് ഈ കാൾ ബൈ വാല്യൂം അതുപോലെ കാൾ ബൈ റെഫറൻസും. അടുത്തതാണ് സ്കോപ്പ് ഓഫ് വേരിയബിൾ. സ്കോപ്പ് അല്ലെങ്കിൽ ലൈഫ് ഓഫ് വേരിയബിൾ ഓർ ഫങ്ഷൻസ്. ഫംഗ്ഷൻസിൻ്റെയും അതുപോലെ വേരിയബിൾസിൻ്റെയും സ്കോപ്പാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തതാണ് ലോക്കൽ വേരിയബിൾ. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളായിട്ട് പഠിച്ചു വെച്ചോ. ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ. എന്താണ് മക്കളെ? ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. സിമ്പിളായിട്ട് ഇതുവരെ പഠിച്ചു വെച്ചാൽ മതി. ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ലോക്കൽ വേരിയബിൾ. വേരിയബിൾ ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ. അപ്പോൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാലോ ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് വേരിയബിൾ. ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഗ്ലോബൽ വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ ലോക്കൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഫംഗ്ഷൻ ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ലോക്കൽ ഫംഗ്ഷൻ. ഗ്ലോബൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിക്ലെയർഡ് ഓർ ഡിഫൈൻഡ് ഔട്ട്സൈഡ് ഓഫ് ഓൾ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഗ്ലോബൽ ഫംഗ്ഷൻ. ഇത് അതുപോലെ അങ്ങോട്ട് പഠിച്ചു വെച്ചോ. പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ, ഒന്നെങ്കിൽ സ്കോപ്പ് ഓഫ് വേരിയബിൾ ആയിരിക്കും ചോദിക്കുക, അതല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഫംഗ്ഷൻ ആയിരിക്കും ചോദിക്കുന്നത്. അടുത്താണ് റിക്കർസീവ് ഫംഗ്ഷൻ. എന്താണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഫംഗ്ഷൻ ദാറ്റ് കോൾസ് ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് റിക്കർസീവ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ വിളിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ്റെ പേരെന്താണ്? ഫംഗ്ഷൻ 1 എന്നാണ്. എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ തന്നെ ആരെ കോൾ ചെയ്യുന്നുണ്ട്? ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ സഹിതം പഠിച്ചു വെച്ചോ. ഇത് അതുപോലെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ ഏതിലേക്ക് കിടക്കുകയാണ്? കുറച്ച് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഹെഡർ ഫയൽ. ഇപ്പോൾ ഇവിടെ കുറച്ച് സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? ഹെഡർ ഫയൽ തന്നിട്ടുണ്ട്. അതാണ് സി സ്ട്രിംഗ്. അതായത് ഈ ഫംഗ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ ഹെഡർ ഫയൽ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് സി സ്ട്രിംഗ് എന്ന് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ ഹെഡർ ഫയൽ അതിൽ വരുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, ആ ഫംഗ്ഷൻസിൻ്റെ യൂസ്, അതിൻ്റെ എക്സാമ്പിൾ, ഇത്രയും സാധനങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ആദ്യം തന്നെ നമുക്ക് നോക്കാം strlen. strlen എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. strlen ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്ത് തരിക? കമ്പ്യൂട്ടറിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം 8 പ്രിൻറ്റ് ചെയ്തിട്ട് തരും. അടുത്താണ് strcpy. strcpy എന്ന് പറയുന്നത് എന്താ? ഒരു സ്ട്രിങ്ങിനെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കിയാടാ, strcpy str, വെൽക്കം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ str എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഏത് സ്റ്റോർ ചെയ്യപ്പെടും? വെൽക്കം സ്റ്റോർ ചെയ്യപ്പെടും. അടുത്തതാണ് strcat. കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോൺകാറ്റിനേഷൻ്റെ എന്താണ്? ഷോർട്ട് ഫോം ആണ്. അതായത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മൾട്ടിപ്പിൾ സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, str എന്ന് പറഞ്ഞിട്ട് വെൽക്കം ടു C++ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സ്ട്രിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് തരും? ഡിസ്പ്ലേ ചെയ്തിട്ട് തരും. ഇതിപ്പോൾ 2 സ്ട്രിങ് ആണ് കൊടുത്തിട്ടുള്ളത്. 2 സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുള്ള വേരിയബിൾസിനെ കോൺകാറ്റിനേഷൻ ചെയ്യാനും വേണ്ടിയിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? strcat യൂസ് ചെയ്യാം. അടുത്താണ് strcmp അതുപോലെ cmpi. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം, രണ്ടുപേരുടെയും പരിപാടി 2 സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ 2 സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് strcmp അതുപോലെ strcmpi. രണ്ടുപേരുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടും ഓക്കെ ആണെങ്കിൽ, ദാറ്റ് മീൻസ് strcmp പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തുകൂടെ ചെക്ക് ചെയ്യും? ക്യാപിറ്റലും സ്മോളും വരെ കറക്റ്റ് ചെക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എച്ചും ഇവിടെയും ക്യാപിറ്റൽ എച്ച് ആണ്. ഇവിടെ ക്യാപിറ്റൽ എച്ചും ഇവിടെ സ്മോൾ ലെറ്റർ എച്ചും ആണെങ്കിൽ ഇവിടെ എന്ത് ഡിസ്പ്ലേ ചെയ്യില്ല? 0 ഡിസ്പ്ലേ ചെയ്യില്ല. 0 എപ്പോഴേ ഡിസ്പ്ലേ ചെയ്യുള്ളൂ? ഇതിൻ്റെ കേസ് അടക്കം കറക്റ്റ് ആണെങ്കിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യും? 0 ഡിസ്പ്ലേ ചെയ്യും. ഇനി കേസ് കറക്റ്റ് അല്ല, രണ്ടുപേരും സെയിം അല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി strcmpi അതുപോലെ തന്നെയാണ്. ഇയാൾ എന്ത് ചെയ്യും? നമ്മളുടെ കേസിനെ ഇഗ്നോർ ചെയ്തിട്ടാണ് ഇയാൾ പ്രിൻറ്റ് ചെയ്യുക. അതായത് ഒരു ക്യാപിറ്റലും ഒരു സ്മോളും കൊടുത്താലും അയാൾ തന്നെ പ്രിൻറ്റ് ചെയ്യുക? 0 തന്നെയാണ് പ്രിൻറ്റ് ചെയ്യുക. 0 എപ്പോഴാണ് പ്രിൻറ്റ് ചെയ്യുക? സാധനം ഓക്കെ ആണെങ്കിൽ, ദാറ്റ് മീൻസ് രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ എന്താണ് പ്രിൻറ്റ് ചെയ്യുന്നത്? 0 ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ അടുത്തയിലേക്ക് പോവാം. അടുത്തയിൽ എന്താ പറയുന്നത്? മാത്ത് ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ് അടുത്ത് പറയുന്നത്. ഹെഡർ ഫയൽ വരുന്ന ഏതാണ്?
സി മാത്ത് ആണ് ഹെഡർ ഫയലായിട്ട് വരുന്നത്. കുറച്ച് പേരെ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് ABS. ABS എന്താ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ABS ഓഫ് -5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? +5 എന്ന് ആൻസർ കിട്ടും. അടുത്താണ് SQRT. SQRT എന്തിനു വേണ്ടിയിട്ടാണ്? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ SQRT ഓഫ് 16 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. നെക്സ്റ്റ് ആണ് POW. POW എന്തിനു വേണ്ടിയിട്ടാണ്? പവർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ത് കണ്ടുപിടിക്കാനാണ്? പവർ. സോ POW 3,2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3/2 കണ്ടുപിടിച്ച് വരും. 3/2 ആൻസർ എന്തായിരിക്കും? 9 ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ആണ് സൈനും കോസും. സൈനും കോസും ആസ് യു എക്സ്പെക്റ്റഡ് സൈനിൻ്റെ വാല്യൂം കോസിൻ്റെ വാല്യൂം കണ്ടുപിടിക്കാനാണ്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് സൈനിൻ്റെ വാല്യൂം കോസിൻ്റെ വാല്യൂം നിങ്ങൾ എന്തിൽ കൊടുത്തിരിക്കണം? റേഡിയനിൽ കൊടുത്തിരിക്കണം. എന്തിൽ കൊടുക്കാൻ പാടില്ല? ഡിഗ്രിയിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ sin 90ൻ്റെ വാല്യൂ ആണ്, 90 ഡിഗ്രീൻ്റെ വാല്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ sin 90 × π/180 ചെയ്തിരിക്കണം. പൈ എന്ന് പറയുന്ന വാല്യൂ CPP ഇല്ലാത്തതുകൊണ്ട് പൈൻ്റെ പകരം നമ്മൾ എന്ത് കൊടുത്തു? 3.14 എന്ന് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. സൈൻ ആണെങ്കിലും കോസ് ആണെങ്കിലും. നമുക്ക് നേരെ അടുത്ത ടൈപ്പ് ഫംഗ്ഷനിലേക്ക് പോകാം. അടുത്തതാണ് ക്യാരക്ടർ ഫംഗ്ഷൻസ്. അതിൻ്റെ ഡാറ്റ ടൈപ്പ്, അതിൻ്റെ ഹെഡർ ഫയൽ വരുന്നതാണ് CC ടൈപ്പ്. ഏതാണ് ഹെഡർ ഫയൽ? CC ടൈപ്പ്. ഏതൊക്കെയാണടാ? ഈസ് അപ്പർ. ഒന്നാമത്തെ ഫംഗ്ഷൻ ഏതാണ്? ഈസ് അപ്പർ. അതായത് ഒരു ക്യാരക്ടർ അപ്പർ ക്യാരക്ടർ ആണെങ്കിൽ, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്ത് തരും? ഡിസ്പ്ലേ 1 ഡിസ്പ്ലേ ചെയ്ത് തരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 0 ഡിസ്പ്ലേ ചെയ്ത് തരും. അടുത്ത ഈസ് ലോവർ, അതായത് ലോവർ കേസ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോവർ കേസ് ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യും? 1 പ്രിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ 0 പ്രിൻറ്റ് ചെയ്യും. അടുത്താണ് ഈസ് ആൽഫ, അതായത് ആൽഫബറ്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കിയേ, രണ്ടും സിംഗിൾ കോട്ടിലാണ് കൊടുത്തിട്ടുള്ളത് എങ്കിലും ആൽഫബറ്റ് ആയ സമയത്ത് നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്? 1 പ്രിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ 8 എന്ന് പറയുന്നത് ന്യൂമറിക് ആണ്, നമ്പറാണ്. പക്ഷേ നമ്മൾ സിംഗിൾ കോട്ടിൽ കൊടുത്താലും അല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രിൻറ്റ് ചെയ്ത് തരിക? 0 ആണ് പ്രിൻറ്റ് ചെയ്ത് തരിക. സിംഗിൾ കോട്ടിൽ കൊടുത്തു എന്ന് കരുതിയിട്ട് അയാൾ എന്തായിട്ട് പരിഗണിക്കത്തില്ല? നമ്മളുടെ ആൽഫബറ്റ് ആയിട്ട് പരിഗണിക്കത്തില്ല. അടുത്താണ് ഈസ് ഡിജിറ്റ്. ഈസ് ഡിജിറ്റിൽ നമ്മൾ ഈസ് ഡിജിറ്റ് 8 കൊടുത്ത സമയത്ത് നമുക്ക് ട്രൂ വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. അതുപോലെ B കൊടുത്ത സമയത്ത് നമുക്ക് 0 ആയും വരുന്നിട്ടുണ്ട്. അടുത്താണ് ആൽനം. ആൽനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈസ് ആൽനം ഒന്നെങ്കിൽ ആൽഫബറ്റ് ആവാം, അല്ലെങ്കിൽ എന്താവാം? ന്യൂമറിക് ആവാം. ആൽഫബറ്റ് ആണെങ്കിലും ശരി, ന്യൂമറിക് ആണെങ്കിലും ശരി, എന്തായിരിക്കും പ്രിൻറ്റ് ചെയ്യുക? 1 ആണ് പ്രിൻറ്റ് ചെയ്യുക. ഇതൊന്നും അല്ലാത്ത സാധനമാണെങ്കിലാണ് 0 പ്രിൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആണ് ടു അപ്പർ. ടു അപ്പർ എന്ന് പറയുന്ന പരിപാടി എങ്ങനെയാണ്? നമ്മൾ ഒരു സാധനത്തിനെ കൊടുത്തിട്ട് അതിനെ അപ്പർ കേസിലേക്ക് മാറ്റാൻ ടു അപ്പർ ഓഫ് B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? B എന്ന് പറയുന്ന നമ്പറിനെ അപ്പർ കേസിലേക്ക് ആക്കിയിട്ട് മാറ്റി തരും. അതേപോലെ ടു ലോവർ. ടു ലോവർ എന്തിനു വേണ്ടിയിട്ടാണ്? ലോവർ കേസിലേക്ക്, അപ്പർ കേസിലുള്ള ഒരാളെ ലോവർ കേസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് നേരെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസ്ക്രൈബ് ദ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ ഒരു 4 പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ കൊണ്ടുവന്ന് എഴുതി കൊടുക്കുക. അടുത്താണ് ചോദിക്കുന്നത്, ടു ചെക്ക് ആൻ ആൽഫബറ്റ് ഈസ് ലോവർ കേസ് ഡാഷ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ്. ഏത് ഫംഗ്ഷനാണ് ആൽഫബറ്റ് ലോവർ കേസ് ആണോ എന്നുള്ളത്? ഈസ് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഏതാണ്? ഈസ് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ടു അപ്പൻഡ് വൺ സ്ട്രിങ് ടു അനദർ. ഈ അപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പരിപാടി? കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ കോൺകാറ്റിനേഷൻ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്? str cat എന്ന് പറയുന്ന 2 സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് str cat എന്ന് പറയുന്നത്. അടുത്താണ് ലിസ്റ്റ് എനി ഫോർ C++ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. ABS, അതുപോലെ POW, SQRT, അതുപോലെ സൈന്, കോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലേതെങ്കിലും 4 ഫംഗ്ഷൻ്റെ പേരും എഴുതണം, അതിൻ്റെ യൂസും എഴുതണം, ഒരു എക്സാമ്പിൾ എഴുതി കൊടുക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് മാർക്ക് കിട്ടുക. 3 മാർക്കിനൊക്കെ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ഫോളോയിങ് C++ സ്റ്റേറ്റ്മെൻറ്റ്. ഈ C++ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ്റെ പേരെന്താണ്? സമ്മ്. ദിസ് ഈസ് എ ഫംഗ്ഷൻ പ്രോട്ടോകോൾ, അല്ലെങ്കിൽ ദിസ് ഈസ് എ ഫംഗ്ഷൻ ഡെഫിനിഷൻ വിത്ത് ഫംഗ്ഷൻ നെയിം സമ്മ്. അതായത് ഇവിടെ ഫംഗ്ഷൻ്റെ പേരെന്താണടാ? ഫംഗ്ഷൻ നെയിം സമ്മാണ്. സമ്മാണ് ഫംഗ്ഷൻ്റെ പേര്. അടുത്ത എന്താണ്? ഇയാളുടെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റ് ആണ്. അതുപോലെ ഇവിടെ ആർഗ്യുമെൻറ്റ്, എത്ര ആർഗ്യുമെൻ്റ് ഉണ്ട്? ദർ ആർ 2 ആർഗ്യുമെൻറ്റ്സ്, 2 ആർഗ്യുമെൻ്റ് ആണുള്ളത്. ഇനി അതുപോലെ തന്നെ ഈ ആർഗ്യുമെൻറ്റ് വിത്ത് ടൈപ്പ് ഇൻറ്റ്. ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ് എന്താടാ? ഇൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇതുപോലെ തന്നെ എഴുതണം. ക്ലിയർ ആണല്ലോ? ഫംഗ്ഷൻ്റെ പേര്, റിട്ടേൺ ടൈപ്പ്, അതുപോലെ ആർഗ്യുമെൻറ്റ് എത്ര ഉണ്ട്, ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? വാട്ട് ആർ ദ ആർഗ്യുമെൻറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ എത്ര ടൈപ്പ് ആർഗ്യുമെൻറ്റ്സ്, എന്താണ് ആർഗ്യുമെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വാല്യൂ ദാറ്റ് ആർ പാസ്ഡ് വിത്തിൻ എ ഫംഗ്ഷൻ വെൻ എ ഫംഗ്ഷൻ ഈസ് കോൾഡ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്. ഏതൊക്കെയാണടാ? ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പുറകിൽ. അത് അതുപോലെ എഴുതി കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് കമ്പയർ 2 ഫംഗ്ഷൻ കോളിംഗ് മെത്തേഡ്സ് ഇൻ C++. 2 ടൈപ്പ് ഫംഗ്ഷൻ കോളിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. കോൾ ബൈ വാല്യൂ, അതുപോലെ കോൾ ബൈ റെഫറൻസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ടാബുലാർ ഫോർമുലേനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എഴുതി കൊടുക്കുകയാണ് ഇവിടെ വേണ്ടത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് ദ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഫോർ ദ ഫോളോയിങ് ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ ഡിസ്പ്ലേ അക്സെപ്റ്റ് 1 ആർഗ്യുമെൻറ്റ്. എത്ര ആർഗ്യുമെൻ്റ് ഉള്ളത്? 1 ആർഗ്യുമെൻറ്റ് ഓഫ് ടൈപ്പ് ഡബിൾ. ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ് എന്താണ്? ഡബിൾ. ആൻഡ് ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ. റിട്ടേൺ ചെയ്യുന്നുണ്ടോ വാല്യൂ? ഇല്ല. ഫംഗ്ഷൻ്റെ പേരെന്താ പറഞ്ഞത്? ഡിസ്പ്ലേ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഫംഗ്ഷൻ്റെ പേര് ഡിസ്പ്ലേ എന്നാണ്. എന്താണ് ഡിസ്പ്ലേ? ഡിസ്പ്ലേ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഇനി ഇതിന് ആർഗ്യുമെൻ്റ് ഉണ്ടോടാ മക്കളെ? എന്താ പറഞ്ഞത്? അക്സെപ്റ്റ് 1 ആർഗ്യുമെൻറ്റ്. ഒരു ആർഗ്യുമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ് എന്താണ്? ഡബിൾ. അപ്പോൾ ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ് നമ്മൾ എവിടെ എഴുതി കൊടുക്കൽ? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് എഴുതി കൊടുക്കൽ. ഒരാളുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഡബിൾ എന്ന് മാത്രം എഴുതി കൊടുത്തു. പിന്നെ എന്താ പറഞ്ഞത്? ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ. റിട്ടേൺ ടൈപ്പ് ഉണ്ടോ? ഇല്ല. റിട്ടേൺ ടൈപ്പ് ഇല്ല എന്ന് എഴുതിയിട്ട് റിട്ടേൺ ടൈപ്പ് ഒന്നും എഴുതാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? വോയിഡ് എന്ന് എഴുതി കൊടുക്കണം. ഒന്നും റിട്ടേൺ ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതി കൊടുക്കേണ്ടത്? വോയിഡ് ആണ് എഴുതി കൊടുക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ടോട്ടൽ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഓക്കെ, ടോട്ടൽ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഇറ്റ് അക്സെപ്റ്റ് 2 ആർഗ്യുമെൻറ്റ്. 2 ആർഗ്യുമെൻറ്റ് ഉണ്ട്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ പറഞ്ഞത്? ഇൻറ്റും ഉണ്ട്, അതുപോലെ ഫ്ലോട്ടും ഉണ്ട്. സോ ടോട്ടൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിൻ്റെ ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് നമ്മൾ ഏത് ടൈപ്പിൽ കൊടുത്തു? ഇൻറ്റ് എന്ന് പറയുന്ന ടൈപ്പിൽ കൊടുത്തു. രണ്ടാമത്തെ ഏത് ടൈപ്പിൽ കൊടുത്തു? ഫ്ലോട്ട് എന്ന് പറയുന്ന ടൈപ്പിലും കൊടുത്തു. ഓക്കെ ആണല്ലോ, റെസ്പെക്റ്റീവ്ലി. ആൻഡ് റിട്ടേൺ എ ഫ്ലോട്ട് ടൈപ്പ്. അപ്പോൾ റിട്ടേൺ വാല്യൂ ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഫ്ലോട്ട് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ റിട്ടേൺ ടൈപ്പ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കൽ തൊട്ട് ബാക്കിലാണ് എഴുതി കൊടുക്കൽ. സോ നമ്മൾ ഇവിടെ എഴുതി കൊടുത്തു ഫ്ലോട്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്? ഫ്ലോട്ട്, ടോട്ടൽ, ഇൻറ്റ്, കോമ, ഫ്ലോട്ട് എന്ന് എഴുതി കൊടുത്താൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും ആയി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് വേരിയബിൾസ് ഇൻ എ C++ പ്രോഗ്രാം. 2 സ്കോപ്പാണ് വരുന്നത്, ലോക്കൽ വേരിയബിൾ ആൻഡ് ഗ്ലോബൽ വേരിയബിൾ. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത്? വേരിയബിൾ ഡിക്ലെയർഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാലോ വേരിയബിൾ ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓഫ് ഓൾ ഫംഗ്ഷൻ. വാട്ട് ഈസ് റിക്കർസീവ് ഫംഗ്ഷൻ? എന്താണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് റിക്കർസീവ് ഫംഗ്ഷൻ. സോ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ആവുകയാണ്. അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്, നല്ല കൺസെപ്റ്റുള്ള ചാപ്റ്ററാണ്. സോ വീഡിയോ തറവായിട്ട് കണ്ടിട്ട് നോട്ട്സിലുള്ളത് ഫുള്ള് അതുപോലെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. നിർത്തുന്നു. താങ്ക് യു.